സഹനത്തിൻ്റെയും ക്ഷമയുടെയും മൂർത്തിരൂപവും പ്രാർത്ഥനയും ഉപവാസവും കൊണ്ട് ഭർത്താവിനെയും മകനെയും മാനസാന്തരത്തിലേക്ക് നയിച്ച ഒരു പുണ്യവതിയുടെ ജീവിതത്തിലെ ചില ഏടുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധ മോനിക്ക, സ്നേഹത്തിന്റെ മാതൃക. മോണിക്ക, മോണിക്ക, അവളുടെ ഒരു പ്രാർത്ഥന. മോളെ, വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും സഹായം ചെയ്യാമോ? കടക്ക് പുറത്ത് ആരാണ് നിങ്ങളെ ഇങ്ങോട്ട് കടത്തി വിട്ടത്? എനിക്ക് തീരെ വയ്യ. ഈ മോളുടെ കൈ കൊണ്ട് എന്തെങ്കിലും കിട്ടിയാൽ അത് വലിയ അനുഗ്രഹമാണ്. അമ്മ പേടിക്കണ്ട, എൻ്റെ കൂടെ പോന്നോളൂ. സർവശക്തനായ ദൈവം അമ്മയ്ക്ക് വേണ്ടത് നൽകും. അഗസ്റ്റിൻ, നീ രാവിലെ തന്നെ തുടങ്ങിയോ? ജീവിക്കുകയാണെങ്കിൽ ഇവനെ പോലെ ജീവിക്കണം. മദ്യത്തിന് മദ്യം, പണത്തിന് പണം, ആർഭാടവനമായ ജീവിതം. ഹോ, അഗസ്റ്റിൻ, നിന്റെ കൂട്ടുകാരെന്ന് പറയാൻ ഞങ്ങൾ അഭിമാനിക്കുന്നു. വാചകമടി നിർത്ത്. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദാ ഇവിടെയുണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാന്നേ. അഗസ്റ്റിൻ, ഇത് മാത്രമായാലും എന്ത് രസം. മറ്റു പലതും നമ്മളെ കാത്തിരിപ്പുണ്ട്. നീ എന്താണ് ഉദ്ദേശിച്ചത്? തുറന്നു പറയൂ. മിലാനിലെ തെരുവോരങ്ങളിൽ നിശാ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. യഥാർത്ഥ സ്വർഗം അവിടെയാണെന്നാണ് എൻ്റെ ചില കൂട്ടുകാർ പറയുന്നത്. ഓഹോ, നമുക്കൊന്ന് പോകേണ്ടേ അഗസ്റ്റിൻ? രാത്രിയാകാൻ കാത്തിരിക്കുന്നത് എന്തിന്? നമുക്കിപ്പോൾ തന്നെ പോയേക്കാം. പണമെറിഞ്ഞാൽ ലഭിക്കാത്ത എന്താണ് ഈ ലോകത്തുള്ളത്? അഗസ്റ്റിൻ, നിന്റെ വശ്യമായ സൗന്ദര്യത്തെ പുണരാൻ ഏത് സ്ത്രീയാണ് ആഗ്രഹിക്കാത്തത്? മോനെ അഗസ്റ്റിൻ, ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ? ദൈവത്തിൽ ആശ്രയിക്കൂ മോനെ. അവിടെ നിന്നാണ് നമ്മുടെ രക്ഷ. അമ്മയ്ക്ക് മറ്റൊന്നും പറയാനില്ലേ? നിനക്ക് വേണ്ടിയല്ലാതെ മറ്റെന്താണ് എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ളത്? വരൂ അഗസ്റ്റിൻ, നമുക്ക് സമയം കളയാനില്ല. ഇവരുടെ വാക്ക് കേട്ട് നിന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നേടിയെടുക്കാനാവില്ല. ദൈവമേ, എൻ്റെ കണ്ണുനീരങ്ങ് കാണുന്നില്ലേ? എൻ്റെ പ്രാർത്ഥന അവിടുത്തെ തിരുമുമ്പിൽ എത്തുന്നില്ലേ? എത്ര നാൾ അങ്ങ് എന്നെ വിസ്മരിക്കും? എൻ്റെ മകന് മാനസാന്തരം നൽകി ദൈവവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ. ആയുസ് തീരുന്നതിന് മുൻപ് എൻ്റെ മകൻ നല്ലൊരു മനുഷ്യനായി ജീവിക്കുന്നത് കണ്ട് മരിക്കുവാൻ അനുഗ്രഹിക്കണമേ. എനിക്ക് എന്താണ് സംഭവിച്ചത്? മനസ്സാകെ അസ്വസ്ഥമായിരിക്കുന്നു. വല്ലാത്ത ഭയം എന്നെ വേട്ടയാടുന്നു. എത്ര നാളാണ് കർത്താവേ, എത്ര നാളാണ് ഞാനിങ്ങനെ കഴിയുക? നന്നാകണമെന്നും എല്ലാം ഉപേക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എനിക്ക് കഴിയുന്നില്ല. ഈ ലോകത്തിലെ ഒരു സുഖവും എനിക്ക് സംതൃപ്തി നൽകുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അഗസ്റ്റിൻ, എടുത്തു വായിക്കുക. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. അഗസ്റ്റിൻ, നിന്നെ ഇന്ന് ക്ലബിലേക്ക് കണ്ടില്ലല്ലോ. നിനക്ക് വേണ്ടി ഞങ്ങൾ അവിടെ എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് അറിയണ്ടേ? വരൂ, നമുക്ക് പോകാം. ഇല്ല സുഹൃത്തുക്കളെ, ഞാൻ വരുന്നില്ല. ഈ ലോകത്തിലുള്ളതെല്ലാം നശ്വരങ്ങളാണ്. അതെനിക്ക് മടുത്തു. ഇതൊന്നും ഒരു സന്തോഷവും തരുന്നില്ല. അനശ്വരമായ എന്തിനോ വേണ്ടി എൻ്റെ ഹൃദയം ദാഹിക്കുന്നു.
മോനെ. എന്നോട് ക്ഷമിക്കൂ അമ്മേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. യഥാർത്ഥ സ്നേഹം കണ്ടെത്താൻ ഞാൻ വൈകി. എനിക്ക് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഒരു ക്രിസ്ത്യാനിയാകണം. മോനിക്ക, നിന്റെ പ്രാർത്ഥനയും കണ്ണുനീരും ദൈവത്തിന് നിരസിക്കുവാൻ സാധ്യമല്ല. നിന്റെ മകനിത മാനസാന്തരപ്പെട്ടിരിക്കുന്നു. പിതാവേ, എനിക്ക് ജ്ഞാനസ്നാനം സ്വീകരിക്കണം. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. മക്കളെ, എൻ്റെ മരണം അടുക്കാറായി. ഈ ശരീരം നിങ്ങൾ എവിടെയെങ്കിലും വെച്ചുകൊള്ളുക. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ എവിടെയായിരുന്നാലും ബലിപീഠത്തിൽ എന്നെ അനുസ്മരിക്കുവിൻ. പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു തോറങ്ങുവാൻ. എത്തുന്നേ ഞാനൻ നാഥന്റെ